ശകുന്തളയ്ക്ക് ബുദ്ധിമുട്ടായില്ലേ? സാർ അങ്ങനെയൊന്നും പറയരുത്. ഞാൻ കടപ്പെട്ടിരിക്കേണ്ടവരൊക്കെ മൺമറഞ്ഞു പോയി. അമ്മ, അച്ഛൻ, അമ്മാവൻ. എന്നോട് കടപ്പെട്ടിരിക്കുന്നവരാരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ എന്നും സംശയം. ഡോക്ടർ വർമ്മയോട് തീർത്താ തീരാത്ത കടപ്പാടുകളുമായി ഒത്തിരി ജീവിതങ്ങൾ ഈ ചുറ്റുവട്ടത്ത് തന്നെയുണ്ട്. ഓ അതെ സർ. ഡോക്ടർ വർമ്മയുടെ മാന്ത്രിക വിരുദിൽ കൂട്ടിയോജിപ്പിക്കപ്പെട്ട അവയവഭാഗങ്ങളുമായി ജീവിതത്തിന്റെ വേദനകൾ അനുഭവിച്ചറിഞ്ഞ ഒരു കൂട്ടം പാവങ്ങൾ. ശരിയാണ്. ഓപ്പറേഷൻ തിയേറ്ററിൽ ബോധം തെളിഞ്ഞ നിമിഷങ്ങളിൽ മാത്രം എയർ കണ്ടീഷണറുടെ ശീതളിമ അനുഭവിച്ചറിഞ്ഞ പാവം മനുഷ്യർ. ആഹാ, കുട്ടപ്പൻ ചേട്ടനോ? അതെ കുഞ്ഞെ. പൊടിയരി കിട്ടാനില്ല സാർ. പിന്നെ എന്റെ ഒരു ബന്ധു വീട്ടിൽ നിന്നാണ് കുറച്ച് സംഘടിപ്പിച്ചത്. അല്പം കൂടുതലാ. കഞ്ഞി കുടിച്ചതിന് ശേഷമാകാം ഇനി മരുന്നൊക്കെ. കുറച്ച് കഞ്ഞി എടുക്കട്ടെ. സമയം എത്രയായി കുട്ടി? 9 ആയിക്കാണ് സാർ. ഇത് ശരിയല്ല കുഞ്ഞെ. 9 കഴിഞ്ഞാൽ ഹോസ്റ്റലിൽ കയറ്റില്ലെന്ന് അറിയില്ലേ? സാറിന് വേണ്ടി ഞാൻ മേറ്ററിനോട് അരമണിക്കൂർ പെർമിഷൻ വാങ്ങിയിട്ടുണ്ട്. അത് വേണ്ടായിരുന്നു. താൻ ശകുന്തളയോടൊപ്പം ഹോസ്റ്റൽ വരെ ഒന്ന് പോകണം. ശരി സാർ. അപ്പോ ഞാനിവിടെ നിൽക്കുന്നത് സാറിന്? കുട്ടി അങ്ങനൊന്നും വിചാരിക്കരുത്. മനസ്സുകൾ തമ്മിലുള്ള ബന്ധത്തിന്റെ പരിശുദ്ധി നമുക്കല്ലേ അറിയൂ. സമൂഹം ഇതൊക്കെ കാണുന്നത് മറ്റൊരു തരത്തിലായിരിക്കും. പിന്നെ ഇങ്ങനെ രാവും പകലും ഉറക്കം വിളിച്ചിരുന്നാലേ ഞാൻ എണീക്കുമ്പോ കുട്ടി കിടപ്പിലാവും. അത് പാടില്ല. ശകുന്തള പോയി വിശ്രമിക്കണം. ശരി സാർ. ഗുഡ് മോർണിംഗ് കുട്ടപ്പൻ ചേട്ടാ. ശരി കുഞ്ഞെ. സാറിന് പനി എങ്ങനെയുണ്ട്? അത് രാവിലെ ചുക്ക് കാപ്പി വേണമെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പനിയുണ്ടോ നോക്കാനും പറഞ്ഞു. നെറ്റി കൈ വെച്ച് നോക്കിയപ്പോ ചൂടൊന്നും തോന്നിയില്ല. സാറിപ്പോ ഓഫീസ് റൂമിൽ കാണുമല്ലേ? രാവിലെ വെള്ളം ചൂടാക്കണമെന്ന് പറഞ്ഞു. കാണാം. ആ ദാ നിൽക്കുന്നു. കൊള്ളാം. അസുഖം വിട്ടുമാറും മുമ്പ് ഇങ്ങനത്തെ സാഹസം ഒന്നും കാട്ടരുത്. പേഷ്യന്റ് ആയ കുറച്ച് ഡിസിപ്ലിൻ ഒക്കെ വേണം. കുട്ടി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? നമ്മുടെ ഹോസ്റ്റൽ അല്ലേ സാർ. ഓക്സിജൻ ശ്വസിക്കാനും ടൈം ടേബിൾ ഉണ്ട്. ശകുന്തള ഇരിക്കൂ. കാപ്പി എടുക്കട്ടോ സാർ? കുഞ്ഞിനോ? രക്ഷപ്പെട്ടു. ഞാൻ കൊണ്ടുവന്ന മെഡിസിൻസ് കഴിക്കാൻ ഡോക്ടർ വർമ്മ പൂർണ്ണമായും ഫിറ്റായി.
ഇത് പാലാണ്. പാൽപായസം തരണമെന്നുണ്ടായിരുന്നു. കുട്ടപ്പ, എന്തോ? ആ ഗിഫ്റ്റ് എവിടെ? ഇപ്പൊ കൊണ്ടുവാ സാർ. ഓ, ദേ, ഈ സസ്പെൻസ് ആണ് എനിക്ക് ഇഷ്ടമില്ലാത്തത്. സസ്പെൻസ് തുടങ്ങി വെച്ചത് ഞാനല്ലല്ലോ. തോറ്റ് സാറേ, ഞാൻ തന്നെ പറയാം. വേണമെന്നില്ല. ഇതാ സാർ. ഇത് കുട്ടിക്കുള്ളതാണ്. ഇതൊക്കെ ആരുടെയെന്നറിയാമോ കുട്ടിക്ക്? എനിക്ക് ജന്മം നൽകിയ തമ്പുരാട്ടിയെ കുട്ടി അറിയുമോ? തെക്കേ കോവിലകത്ത് പ്രകാശം ചൊരിഞ്ഞ ആ അമ്മ, എന്നെ ഞാനാക്കിയ ശ്രീദേവി തമ്പുരാട്ടി. കോവിലകത്ത് അവശേഷിച്ച പ്രതാപത്തിന്റെ പ്രതീകമായി ഇതൊക്കെ ഇതുപോലൊരു പ്രഭാതത്തിൽ കൈക്കുമ്പിളിൽ കോരി നിറഞ്ഞ മനസ്സോടെ മരണക്കിടക്കയിൽ എന്നെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞ എന്താണെന്നറിയോ? ഉണ്ണിയുടെ കൈ പിടിച്ച് തെക്കേ കോവിലകത്തെ പടി ചവിട്ടുന്ന മഹാലക്ഷ്മിക്കുള്ളതാണിതൊക്കെ. ആ അമ്മയുടെ അവസാനത്തെ ആഗ്രഹവും സാധിച്ചു കൊടുക്കാൻ ഈ ഉണ്ണിക്കായില്ല. കുട്ടി ഇത് വാങ്ങണം. തെക്കേ കോവിലകത്ത് രാജകുമാരൻ വളർന്ന് ചക്രവർത്തിയായപ്പോൾ സാമ്രാജ്യത്തെ ഖജനാവിൽ ശേഷിച്ച രാജപ്രൗഢിയുടെ അവസാനത്തെ അംശമാണിതൊക്കെ. എന്താണിതൊക്കെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ എനിക്കറിയാം ഈ ദിവസത്തിന്റെ പ്രത്യേകത. ഒരിക്കൽ എന്നോട് പറഞ്ഞിരുന്നില്ലേ, സ്വാതന്ത്ര്യത്തിന് തലേന്നാളാണ് കുട്ടി ഈ ലോകത്തെത്തിയെന്ന്. ഇന്ന് ഓഗസ്റ്റ് 14 എന്താ ഞാൻ മറക്കുമെന്ന് കരുതിയോ? ഞാൻ ഒന്നോട് ചോദിച്ചോട്ടെ സാർ? മറ്റൊന്നും വിചാരിക്കരുത്. ഇത്രയും വിലപിടിപ്പുള്ള ഒരു ജന്മദിന സമ്മാനത്തിന് എനിക്കുള്ള യോഗ്യത എന്താണ്? സാറിന് എന്റെ പേരറിയാം, ഇപ്പൊ മനസ്സിലായി, എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയാമെന്ന്. എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ തോന്നുന്നു. മനസ്സിലായില്ല. എന്റെ അച്ഛൻ, അമ്മ, വീട്, കുടുംബം, നേറ്റീവ് പ്ലേസ്, ഇതൊന്നും സാർ ഇതുവരെ അന്വേഷിച്ചിട്ടില്ലല്ലോ. ജീവിതത്തിൽ ആരും അമൂല്യമായി സൂക്ഷിക്കുന്ന നിധിയല്ലേ മേൽവിലാസം പോലും ചോദിച്ചറിയാതെ അങ്ങ് എനിക്ക് തന്നത്. കുട്ടപ്പാ, എന്തോ? ഇനി വന്നേ. വരുന്നേ. എന്താ സാർ? താൻ ഇങ്ങോട്ട് നീങ്ങി നിന്നേ. ഇതാ, ഇയാളെ കുറിച്ച് കുട്ടിക്ക് എന്തറിയാം? അറിയാം. പേര് കുട്ടപ്പൻ. സാറിന്റെ ഇവിടുത്തെ സഹായി. ഇത്രയുമേ എനിക്കും അറിയൂ. കഴിഞ്ഞ 20 വർഷമായി ഇയാൾ എന്നോടൊപ്പം ഉണ്ട്. അനാഥനെന്നോ സനാഥനെന്നോ ഞാൻ ചോദിച്ചിട്ടില്ല. ഇത്രയും കാലമായിട്ടും എന്നിൽ നിന്നും പ്രതിഫലം വാങ്ങാനും ഇയാൾ കൂട്ടാക്കിയിട്ടില്ല. എന്താ, കുട്ടിക്ക് വിശ്വാസം വരുന്നില്ല അല്ലേ? അതുതന്നെയാണ് ഈ വർമ്മയുടെ ജീവിതവും. എഴുതി വെച്ചത് 100 ആവർത്തി വായിച്ചാലും മനസ്സിലാകാത്ത, ആർക്കും വിശ്വസിക്കാനാവാത്ത ശപിക്കപ്പെട്ട എന്തോ ഒന്ന്. അതുമാത്രമേ എനിക്കും അറിയൂ.
ഞാനൊരു കാര്യം ചോദിക്കാൻ മറന്നു. ഈ പെണ്ണൊക്കെ ഏത് ലോക്കലാ നീ ഒളിപ്പിച്ചത്? എന്താ കണ്ടിട്ട് ഒറിജിനൽ പോലുണ്ടല്ലേ? ആ, കുറെ മങ്ങലുണ്ട്. എങ്കിലും ഈ അമ്മൂമ്മമാരുടെ ടൈപ്പ് സാധനങ്ങളൊക്കെ നിനക്ക് നല്ല ചേർച്ചയാ. ആ, അതിരിക്കട്ടെ, ക്യാമ്പസിലെ ശാലീന സൗന്ദര്യത്തിന് ആര് തന്നതാണ് ഇതൊക്കെ? അമ്മയോ അമ്മുമ്മയോ? അമ്മയും അല്ല അമ്മമ്മയും അല്ല. അച്ഛൻ? അപ്പൂപ്പൻ? മതി മതി, അവരാരുമല്ല. പിന്നെ 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 ഗസ് ഹു? ഞാൻ കൈനോട്ടക്കാരിയൊന്നും അല്ലല്ലോ. നിനക്ക് മനസ്സുണ്ടെങ്കിൽ പറ. നീ ഇക്കാര്യം ആരോടും പറയില്ലെങ്കിൽ ഞാൻ പറയാം. പ്രോമിസ്, ഞാൻ ആരോടും പറയില്ല മോളെ. തെക്കേ കോവിലകത്തെ തമ്പുരാൻ ഡോക്ടർ വർമ്മ, നമ്മുടെ വർമ്മ സാർ. ഈ നമ്പർ എന്നോട് വേണ്ട കേട്ടോ. നിന്നെ വിശ്വസിപ്പിക്കാൻ എന്നെ കൊണ്ടാവില്ല. സത്യം ഞാൻ പറഞ്ഞത് തന്നെ. നിന്നോട് എനിക്ക് വളരെ സീരിയസ് ആയ ഒരു കാര്യം സംസാരിക്കണമെന്നുണ്ട്. നിന്റെ പ്രതികരണം എന്തായിരിക്കും ഓർത്ത് പലപ്പോഴും അക്കാര്യം പറയുന്നതിൽ നിന്നും സ്വയം പിന്തിരിഞ്ഞു. ഹെലൻ അറിയുന്നത് പോലെ ഈ ശകുന്തളയെ മറ്റാർക്കറിയും? 1ാം ക്ലാസ് മുതൽ ഒരുമിച്ചുള്ള ഈ യാത്രയിൽ എന്തൊക്കെ ജീവിതാനുഭവങ്ങൾ നാം പങ്കുവച്ചു. ഒരു രഹസ്യവും ഒളിച്ചു വെക്കാൻ ശ്രമിച്ചിട്ടുമില്ല. പിന്നെ നിനക്ക് എന്തിനീ ഫോർമാലിറ്റീസ്? നിനക്കെന്നെ അറിയില്ലേ മോളെ? അത് തന്നെയാണ് എന്റെ ഭയവും. വളച്ചിട്ടില്ലാതെ കാര്യം പറ. ഈ സസ്പെൻസ് ഉണ്ടല്ലോ, അതാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. ഡോക്ടർ വർമ്മയെ കുറിച്ച് നിനക്ക് എന്തറിയാം? ഓഹോ, അപ്പൊ അതായിരുന്നു നിന്റെ അസുഖം അല്ലേ? എനിക്ക് അസുഖമൊന്നുമില്ല, നിനക്കാണ് ഭ്രാന്ത്. മോളെ, നീ ഇങ്ങനെ സീരിയസ് ആവാതെ. ഇതാ കേട്ടോളൂ. ഡോക്ടർ വർമ്മ ആരെന്നല്ലേ? രാജ്യമെങ്ങും അറിയപ്പെടുന്ന തൊറാസിക് സർജൻ, അസാധ്യമെന്ന വൈദ്യശാസ്ത്രം വിധിച്ച പല സമസ്യകൾക്ക് ഉത്തരം കണ്ടെത്തിയ മനുഷ്യൻ, ഏറ്റവും കുറഞ്ഞ ചിലവിൽ സങ്കീർണമായ ശസ്ത്രക്രിയകൾ എങ്ങനെ വിജയകരമായി പൂർത്തിയാക്കാമെന്ന് പരീക്ഷണങ്ങൾ നടത്തുന്ന പ്രശസ്ത ഗവേഷകൻ, പാവപ്പെട്ട രോഗികളുടെ കാണപ്പെട്ട ദൈവം, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട അധ്യാപകൻ. എന്താ ഇത്രയൊക്കെ അറിഞ്ഞ പോരെ? പോരാ. വർമ്മ സാറിന് ഭാര്യയില്ല, കുടുംബമില്ല, ബന്ധുക്കളില്ല, ആരോരുമില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തി ഒറ്റയ്ക്ക് താമസിക്കുന്ന ക്വാർട്ടേഴ്സിൽ എപ്പോഴും നീ പോകുന്നത് അത്ര ശരിയല്ല. ഓ, ഇതായിരുന്നു നിന്റെ ടെൻഷൻ അല്ലേ? എനിക്ക് ടെൻഷനൊന്നും ഇല്ല മോളെ. നിന്നെ എനിക്ക് അറിഞ്ഞൂടെ. പക്ഷെ ഹോസ്റ്റലിൽ ഓരോരുത്തരും ഓരോന്ന് അർത്ഥം വെച്ച് സംസാരിക്കുമ്പോ പലപ്പോഴും എനിക്ക് ഉത്തരം മുട്ടുന്നു. ആ കുട്ടിക്ക് എന്തിന്റെ ഭ്രാന്താണെന്ന് മേട്രൻ, മണിയടിച്ച് മാർക്ക് നേടാനെന്ന് ഒരു കൂട്ട്, അംഗവും കാണാൻ താളിയൊടിക്കാന്ന് മറ്റൊരു കൂട്ട്, ദുഷ്യന്തന് പനി വന്നാൽ ശകുന്തളയല്ലേ ഉള്ളൂ എന്നൊക്കെ. മതി മതി, എന്നെ നീയും മനസ്സിലാക്കിയില്ലല്ലോ. സോറി മോളെ, നിന്റെ ഭാഗം ശരിയാണെന്ന് വാദിച്ച് ഞാൻ തോറ്റു. ഉത്തരം മുട്ടിയപ്പോഴാണ് നിന്നോട് ഇക്കാര്യം പറയേണ്ടി വന്നത്. എക്സ്ക്യൂസ് മീ സർ, സോറി ടു ഡിസ്റ്റർബ് യു. എന്തിനാ കുട്ടി ഈ ഫോർമാലിറ്റീസ് ഒക്കെ? എന്താ കാര്യം? സാറ് ഞങ്ങളെ രക്ഷിക്കണം. കുറച്ചു മുമ്പ് നാട്ടിൽ നിന്ന് ഫോൺ ഉണ്ടായിരുന്നു. അച്ഛന് അസുഖം വളരെ കൂടുതലാണെന്ന്. അസുഖം എന്താണെന്ന് തിരിച്ചറിഞ്ഞു? നാട്ടുമ്പുറത്തല്ലേ, കാര്യമായ ടെസ്റ്റ് ഒന്നും നടത്തിയിട്ടില്ല. പിന്നെ അച്ഛന്റെ പിടിവാശിയും. ആദ്യം ബ്രോങ്കൽ ഇൻഫെക്ഷൻ ആണെന്ന് ചിലർ പറഞ്ഞു, പിന്നീട് TB ആണെന്ന് മറ്റു ചിലർ. എന്തായാലും അച്ഛനെ നിർബന്ധിക്കാൻ ഞങ്ങൾക്കാവില്ല. നാളെ ഇവിടേക്ക് കൊണ്ടുവരുന്നെന്ന് അമ്മാവൻ പറഞ്ഞു. സാറുള്ളത് ഞങ്ങൾക്കൊക്കെ എത്ര ആശ്വാസമാണെന്നോ. എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ് കുട്ടി. മനുഷ്യന്റെ പരിമിതികൾ ഏറെയാണ്. വിദഗ്ധ ചികിത്സ ലഭിച്ച പലരെയും രക്ഷിക്കാനായിട്ടില്ല. എന്നാൽ കൈവിട്ടുപോയി എന്ന് കരുതിയ പലരും ജീവിതത്തിലേക്ക് അത്ഭുതകരമായി തിരിച്ചു വന്നിട്ടുണ്ട്. നല്ലത് വരാൻ പ്രാർത്ഥിക്കുക. അച്ഛന്റെ അസുഖമൊക്കെ പൂർണ്ണമായും ഭേദമാവും. സാറ് സമ്മതിച്ചാൽ മാത്രം മതി. എന്റെ അച്ഛന്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയും. അച്ഛനെ എവിടേക്കാ കൊണ്ടുവരേണ്ടത്? നാളെ എന്റെ അഡ്മിഷൻ ഡേ ആണ്. അച്ഛനെ OP യിൽ കൊണ്ടുവന്നാൽ മതി. ആവശ്യമെങ്കിൽ ഇവിടെ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കാവുന്നതേ ഉള്ളൂ. താങ്ക് യു സർ.
താങ്ക് യു വെരി മച്ച്. ഇതൊന്നും എന്നോട് വേണ്ടാന്ന് പറഞ്ഞിട്ടില്ലേ കുട്ടി? മേ ഐ കം ഇൻ സർ? പ്ലീസ് കം. ലാബ് റിപ്പോർട്ടും സ്കാൻ റിസൾട്ടും കിട്ടിയില്ലേ? അതെ സർ. റിപ്പോർട്ട് കണ്ടിട്ട് എന്ത് തോന്നുന്നു? ശ്വാസകോശത്തിന്റെ റൈറ്റ് ഹാഫിൽ കാര്യമായ എന്തോ ഗ്രോത്ത് കാണുന്നുണ്ട്. കൂടുതലൊന്നും മനസ്സിലാവുന്നില്ല. കുട്ടി പറഞ്ഞത് ശരിയാണ്. റൈറ്റ് അപ്പർ ലോബിൽ കാര്യമായ ഒരു ക്യാൻസറസ് ഗ്രോത്ത് ഉണ്ട്. ഐ മീൻ ലങ് ക്യാൻസർ. എത്രയും വേഗം ആ ലോബ് നീക്കം ചെയ്തില്ലെങ്കിൽ രണ്ടാമത്തെ ലോബിനെ കൂടി ഈ ഗ്രോത്ത് ബാധിച്ചേക്കാം. ഇഫ് ഇറ്റ് ഹാപ്പൻസ് ഇറ്റ് വിൽ ബി ഔട്ട് ഓഫ് കൺട്രോൾ. എന്റെ അച്ഛന് എന്തെങ്കിലും സംഭവിക്കുമോ സാർ? ഏയ്, വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. എങ്കിലും ഓപ്പറേഷൻ എത്രയും വേഗം നടത്തേണ്ടതുണ്ട്. സാധാരണ പുകവലിക്കാരിൽ ഇത്തരം ഒരു പ്രശ്നം ഉണ്ടാകാറുണ്ട്. എന്റെ അച്ഛനെ സാറിനറിയോ? ഈ ലോകത്ത് ഏത് മക്കളും ആഗ്രഹിച്ചു പോകുന്ന വാത്സല്യത്തിന് നിറകൂടമാണ് അദ്ദേഹം. ഒരു പുരുഷായുസ് മുഴുവൻ ഈ മകളെ താലോലിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന് അദ്ദേഹം പറയാറുണ്ട്. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഇതേ ഭാര്യയിൽ ഈ മകൾ തന്നെ പിറക്കണമെന്ന് അദ്ദേഹം തമാശ മട്ടിൽ ചിലപ്പോഴെങ്കിലും പറയാറുണ്ട്. ചേച്ചേ, എന്താ കുട്ടി ഇങ്ങനെയൊക്കെ? ഈ പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്നവർ ഇത്തരം സാഹചര്യങ്ങളെ നേരിടുമ്പോൾ കൂടുതൽ ആത്മവിശ്വാസം കാട്ടണം. സർ, എനിക്കിപ്പോ തോന്നുകയാണ്, ഇതൊന്നും പഠിച്ചിരുന്നില്ലെങ്കിൽ ഇത്രയും ടെൻഷൻ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു എന്ന്. ഡോക്ടർമാരുടെ വാക്കും വിശ്വസിച്ച് എന്റെ അച്ഛനെ ആത്മാർത്ഥമായി ആശ്വസിപ്പിക്കാനായാലേ. ഇനി അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. അറിയാമല്ലോ, എനിക്ക് കൂടി ധൈര്യം പകർന്നു തരേണ്ടത് കുട്ടിയാണ്. നമുക്ക് നല്ലതേ വരും. നാളെ റൗണ്ട്സിന് വരുമ്പോ പേഷ്യന്റിന്റെ ജനറൽ കണ്ടീഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഡേറ്റ് നിശ്ചയിക്കാം. അച്ഛന് കൂട്ടായി അമ്മ മാത്രമേ എത്തിയിട്ടുള്ളൂ. പിന്നെ ശകുന്തളയും ഈ ഞങ്ങളുമൊക്കെ ഇവിടെ ഇല്ലേ? ബി കോൺഫിഡന്റ്. അച്ഛനോടൊപ്പം അമ്മയ്ക്ക് കൂടി ഇനി എത്തണമെന്നുണ്ടായിരുന്നു. അമ്മയുടെ അച്ഛന്റെ ശ്രാദ്ധമാണിന്ന്. ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് നാളെ വരുമെന്ന് അമ്മാവൻ പറഞ്ഞിട്ടുണ്ട്. അമ്മയെ കണ്ടാ മതി, അച്ഛന്റെ വേദന പകുതിയും കുറയും. ഗുഡ് മോർണിംഗ് സർ. വെരി ഗുഡ് മോർണിംഗ്. പ്ലീസ് കം. എന്താണ് സാർ, ഒരു എമർജൻസി കേസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ, നിങ്ങൾ പൊക്കണം. ഈശ്വര അനുഗ്രഹം മാത്രം മതി, എല്ലാം ശരിയാവും. ആവറേജോ പ്രാക്ടിക്കലോ മറ്റോ ആണോ സർ? ആവറേജും പ്രാക്ടിക്കലും മാത്രമല്ല, ഒരുപക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഫൈനൽ എക്സാം കൂടിയായിരിക്കും ഇത്. അല്ല,
സാർ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പറയാം, എല്ലാം വിശദമായി പറയാം. ഡോക്ടർ റഷീദിനെയും ഡോക്ടർ രവിയെയും ഒരുമിച്ച് വിളിച്ചു വരുത്തി ഡിസ്കസ് ചെയ്യേണ്ട സങ്കീർണമായൊരു പ്രശ്നമുണ്ട്. എന്താ സർ? വല്ല VIP കേസും? നോ, അങ്ങനൊന്നുമില്ല. VIP എങ്കിൽ നമുക്ക് പഴുതുകളേറെ ഉണ്ടാവുമായിരുന്നു. പീരിയോഡിക്കായുള്ള മെഡിക്കൽ ബുള്ളറ്റിലൂടെ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാം. ആവശ്യമുള്ള മെഡിസിനും ബ്ലഡും ഈവൻ വൈറ്റൽ ഓർഗൻസ് വരെ നിർലോഭം ലഭിച്ചെന്നിരിക്കും. പക്ഷേ ഇവിടെ കേസ് അതല്ല. ഇറ്റ്സ് എ ഗോൺ കേസ്. ശരിയാണ്, കൈവിട്ടുപോയ കേസാണിത്. പക്ഷേ നമുക്ക് ഇയാളെ തിരിച്ചു കൊണ്ടുവരണം. ഈ പേഷ്യന്റ് ഈ ഹോസ്പിറ്റലിൽ നിന്ന് ജീവനോടെ തിരിച്ചു പോവുക തന്നെ വേണം. എന്താ സർ, ഇദ്ദേഹം സാറിന്റെ ക്ലോസ് റിലേറ്റീവോ മറ്റോ ആണോ? എങ്കിൽ എനിക്ക് സമാധാനിക്കാമായിരുന്നു. മനുഷ്യന്റെ നിസ്സഹായ അവസ്ഥ അവർക്കൊക്കെ മനസ്സിലാവും. പക്ഷേ ഇവിടെ ഇതെനിക്കൊരു വെല്ലുവിളിയാണ്, എ റിയൽ ചലഞ്ച്. ഈ വെല്ലുവിളി ഏറ്റെടുത്താൽ ഞാൻ തോൽക്കും. ഇല്ലെങ്കിലും ഞാൻ തന്നെ തോൽക്കും. സെക്കൻഡറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സർ, എനിക്കൊരു ഹംബിൾ സജഷൻ ഉണ്ട്. ഐ തിങ്ക് better we discharge this patient. Let him be honored with a peaceful death. പാടില്ല, ഒരിക്കലും പാടില്ല. റൈറ്റ് അപ്പർ ലോബിൽ ക്യാൻസർ ബാധിച്ച 1,00,000 രോഗികളിൽ 2 പേരെങ്കിലും ഓപ്പറേഷനിലൂടെ രക്ഷപ്പെടുന്നുണ്ടെന്നാണ് ഹിസ്റ്ററി. ആ 2 പേരിൽ ഒരാൾ ഇയാളാവണം. നമ്മുടെ സ്റ്റുഡന്റ് ശകുന്തളയുടെ അച്ഛൻ. All of you know that she is our best student. മാനസികമായി ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ്. മനസ്സ് സ്റ്റഡി അല്ലെങ്കിൽ ഏകാഗ്രത നഷ്ടപ്പെടും. അതുകൊണ്ട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഡോക്ടർ റഷീദ് ഈ സർജിക്കൽ എക്സ്പെഡീഷൻ ഏറ്റെടുക്കണം. സോറി സർ, ധിക്കരിക്കുകയാണെന്ന് തോന്നരുത്. ഏത് ചലഞ്ചും ഏറ്റെടുക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഈ പർട്ടിക്കുലർ കേസ് സാറ് തന്നെ അറ്റൻഡ് ചെയ്യണം. ഞാനും രവിയും എന്ത് സപ്പോർട്ട് വേണേലും ചെയ്തു തരാം. ഐ അഗ്രി വിത്ത് ഹിം സർ. He is all right. നാളെ ഡിസ്ചാർജ് ചെയ്യാം.
ശ്വാസം വലിച്ചുവിടൂ. ആ, അങ്ങനെ ഒന്നൂടെ. The mass is right here. Yes, it is. The physical condition is quite good. I think we shall do it tomorrow itself. Yes, we will do it. Bystanders ആരൊക്കെ ഉണ്ട്? അമ്മാവനുണ്ട്, പിന്നെ അമ്മയും. ഏതാണ്ട് 2 മാസമെങ്കിലും വേണ്ടിവരും. രണ്ടുപേർക്കും ഇവിടെ പേഷ്യന്റിനോടൊപ്പം തുടരാൻ പ്രയാസമൊന്നുമില്ലല്ലോ. അമ്മാവന് കൃഷിയാണ്, അമ്മ നേഴ്സിംഗ് സൂപ്രണ്ടും. ഏത് ഹോസ്പിറ്റലിൽ? കാടാമ്പുഴയിലെ ആശുപത്രിയില്. കാടാമ്പുഴയിലോ? മാഡം, എനി മോർ ക്വസ്റ്റ്യൻ? ഇല്ല സർ, കുട്ടിക്ക് പോകാം. താങ്ക് യു മാഡം. വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് കുട്ടിയായിട്ടാ എനിക്ക് തോന്നുന്നത്. സാറിനോ? തൽക്കാലം പാനലിൽ ഉൾപ്പെടുത്താം, പിന്നീട് അനുയോജ്യമെന്ന് കണ്ടാൽ സ്ഥിരപ്പെടുത്താം. വിനീത രാജഗോപാൽ. വിനീത രാജഗോപാൽ അല്ലേ? അതെ, എവിടെയാ പഠിച്ചത്? ബാംഗ്ലൂരിലായിരുന്നു. അച്ഛൻ ഡോക്ടറായിട്ടും മകൾ ഈ പ്രൊഫഷൻ തിരഞ്ഞെടുക്കാൻ കാരണം? കുഞ്ഞുനാളിലെ എനിക്ക് ഈ ജോലിയോട് വളരെ പ്രിയമായിരുന്നു. അതുകൊണ്ട് പഠിക്കാനും മെനക്കെടാനും തോന്നിയില്ല അല്ലേ? ഡോക്ടർ രാജഗോപാലൻ പറഞ്ഞിരുന്നു വിനീതയെ വേണമെങ്കിൽ ഡൊണേഷൻ കൊടുത്ത് MBBS ചേർക്കാമെന്ന്. പക്ഷേ ഈ കുട്ടി താല്പര്യം പ്രകടിപ്പിക്കാത്തതുകൊണ്ടാ അതിന് ക്ഷമിക്കാതിരുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ ചോദിച്ചോളാം. കുട്ടി പോയിക്കോളൂ. താങ്ക്സ്. ഇതുപോലുള്ള റെഫറൻസ് നമുക്ക് ദോഷം ചെയ്യുകയുള്ളൂ. കെ കാർത്തിയായനി. ഇരിക്കൂ. താങ്ക് യു സർ. കെ കാർത്തിയായനി അല്ലേ? അതെ. എന്താണ് ഈ കെ? കാടാമ്പുഴ കൊച്ചുവീട്ടിൽ. കാടാമ്പുഴ കൊച്ചുവീട്ടിൽ കാർത്തിയായനി. അതെ സർ. കാടാമ്പുഴ ഗ്രാമത്തിന്റെ പ്രത്യേകത എന്താ? ജില്ലയിലെ ഭൂരിഭാഗത്തും കുടിവെള്ളം എത്തിക്കാനുള്ള ജലസംഭരണിയും ശുദ്ധജല പ്ലാന്റും കാടാമ്പുഴയിലാണ്. ആരാണ് ഫ്ലോറൻസ് നൈറ്റിംഗേൽ? ആതുര സേവനത്തിന്റെ പര്യായമായ വിളക്കേന്ത്യ വനിത. BSc പാസ്സായതിനു ശേഷമാണ് നഴ്സിംഗ് കോഴ്സിന് പോയത് അല്ലേ? അതെ സർ. എന്താ അതിന് കാരണം? ജോലി കിട്ടാൻ കൂടുതൽ സാധ്യതയുള്ളതുകൊണ്ട് ഈ കോഴ്സിന് ചേർന്നു. MScക്ക് പോയിട്ട് വലിയ കാര്യമില്ലെന്ന് വീട്ടുകാരും പറഞ്ഞു. എവിടെയെങ്കിലും ഒരു ജോലി തട്ടിക്കൂട്ടാനായിട്ടാണ് ഈ കോഴ്സിന് ചേർന്നത് അല്ലേ? അതെ മാഡം. അപ്പോ ഇവിടെ തന്നെ ജോലിക്ക് വരണമെന്ന് എന്താ ഇത്ര നിർബന്ധം? നിർബന്ധമൊന്നുമില്ല മാഡം. വീടിന് കുറെയെങ്കിലും അടുത്തായതുകൊണ്ട് ബസ്സുകൂലി അധികാവില്ല എന്ന ലാഭം കൂടിയുണ്ട്. ഇതിലും ലാഭം
വീടിന് വളരെ അടുത്തുള്ള ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലി തരപ്പെടുത്തുന്നതായിരുന്നില്ലേ? ഈ ഹോസ്പിറ്റലിനോളം പ്രശസ്തി മറ്റു സ്ഥാപനങ്ങൾക്കൊന്നുമില്ല മാഡം. അപ്പോ ശമ്പളത്തിന് വേണ്ടി മാത്രമാണോ ജോലി? തീർച്ചയായും ശമ്പളത്തിന് വേണ്ടി തന്നെയാണ് സാർ ജോലി. പണമോഹം മാത്രമാണ് ഇതിന് പിന്നിൽ. അല്ല സാർ, സ്വയം ജോലി ചെയ്ത് ജീവിക്കാനുള്ള ഉത്കടമായ ആഗ്രഹം മാത്രമാണ് സാർ. ഈ സ്ഥാപനത്തിന് അതിൻ്റെതായ റെപ്യൂട്ടേഷനും അച്ചടക്കവും ഒക്കെ ഉണ്ട്. കുട്ടിക്ക് അറിയാമല്ലോ. അറിയാം സാർ. എനിക്ക് ജോലി തന്ന ഈ സ്ഥാപനത്തിന്റെ പ്രശസ്തിയും ജോലിയുടെ അന്തസ്സും കാത്തു സൂക്ഷിക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ്. സാബുവിന് എന്തെങ്കിലും? ഇല്ല സർ, നോ മോർ ക്വസ്റ്റ്യൻ. ശരി കാർത്തിക, എനിക്ക് പോകാം. നന്ദി. അഹങ്കാരിയാണ് ഈ കുട്ടി. എനിക്കങ്ങനെ തോന്നിയില്ല. 25 വർഷങ്ങളായി സാർ ഞാൻ ഈ ജോലി നോക്കാൻ തുടങ്ങിയിട്ട്. ശരിയായിരിക്കാം മാഡം, പക്ഷെ നമ്മുടെ സ്ഥാപനത്തിന്റെ യശസ് ഉയർത്താൻ ഇത്തരം സത്യസന്ധരായ ആത്മാർത്ഥതയുള്ള സ്റ്റാഫിനെയാണ് വേണ്ടത്. എന്തോ എനിക്ക് അഭിപ്രായമില്ല, പിന്നെല്ലാം സാറിന്റെ ഇഷ്ടം. ജീവന് ശരീരത്തോടൊപ്പം പിടിച്ചുറപ്പിച്ചു നിർത്താനുള്ള ഭഗീരഥ പ്രയത്നത്തിൽ ആ മനസ്സ് എന്നും എനിക്കൊരു പ്രചോദനമായിരുന്നു. ആ മുഖം ഞാൻ ശ്രദ്ധിക്കാറേയില്ലായിരുന്നു. പക്ഷേ ഞാൻ പോലും അറിയാതെ ആ കൈകൾ എന്റെ ഹൃദയത്തെ തഴുകി തലോടി വശത്താക്കിയത് ഇന്നലെ സംഭവിച്ചതുപോലെ എന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. വർഗീസേ, വർഗീസേ, വർഗീസ്, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കണ്ണു തുറന്നേ. വർഗീസ്, ഇതാരാ സംസാരിക്കുന്നറിയോ? ഡോക്ടർ. നാക്കൊന്ന് നീട്ടിക്കേ. വെരി ഗുഡ്. ഇതെത്രയാ? 1, ഇതോ? 3, ഇതെത്രയാ? 5. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. എങ്ങനെയുണ്ട്? ഇപ്പൊ കുറച്ച് ആശ്വാസം തോന്നുന്നുണ്ടല്ലേ? ആ, ജോണേ, അസുഖമൊക്കെ ഭേദമായോ? ആ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഇവിടെ നല്ല വേദനയുണ്ട്. മൂവ് ചെയ്യാൻ പ്രയാസമില്ലല്ലോ? ഇല്ല. വേദനയുണ്ടോ? ആ, അവിടെ. ബ്ലഡും യൂറിനും ഉടൻ ലാബിൽ കൊടുക്കണം. റിസൾട്ട് കിട്ടിയാൽ ഉടനെ എനിക്ക് എത്തിച്ചേരണം. ഹൂ അലൗഡ് ഇറ്റ്? ഇതൊന്നും ഇവിടെ അനുവദിക്കാൻ പാടില്ലെന്ന് അറിയില്ലേ? ഈ പേഷ്യന്റ് ബൈസ്റ്റാൻഡേഴ്സ് ആരുമില്ലേ? അതും ഈ ഞാൻ തന്നെയാണ് സഹോദര. അവൻ താൻ ഇവൻ, ഇവൻ താൻ അവൻ. I see. വേണുഗോപാല, ഇതാ നോക്കൂ. ഞാൻ ആരാണെന്നറിയാമോ? താൻ ആരാണെന്ന് എനിക്കറിയില്ല, ഞാൻ ആരാണെന്ന് തനിക്കറിയാം.
ഞാൻ 2 പേരാണ്, വേണുവും ഗോപാലനും. 2 പേരും കൂടി ചേരുമ്പോഴും ഈ ഞാൻ തന്നെ വേണുഗോപാലൻ. ഇവിടെ പുകവലിക്കാൻ പാടില്ലെന്നറിയില്ലേ? ഞാൻ പുകയെ വലിക്കുന്നില്ലടോ, പുക എന്നെയാ വലിക്കുന്നത്. കണ്ടില്ലേ ആ പുകച്ചുരുളുകൾ എന്നെ മേൽപോട്ട് വലിക്കുന്നത്? വേണുഗോപാല, ആ ബീഡിങ് തന്നേക്കൂ, അല്ലെങ്കിൽ കാർത്തിയനെ വേണുഗോപാലിന് അറിയാലോ. ഇതെന്റെ ചിതയ്ക്ക് മേൽ വീണ തീപ്പരിയാണ്. ഇതുകൂടി കെടുത്തിയാലേ ഈ തടി രക്ഷപ്പെടൂ. പക്ഷേ ഈ തടിക്കിനി ആര് ജീവൻ തരും? വേണുഗോപാലിന് ജീവൻ തരാൻ ഈ ഞങ്ങളൊക്കെ ഇല്ലേ? ഒരാൾക്കൂട്ടത്തിന്റെ ജീവനല്ല എനിക്ക് വേണ്ടത്. ഒരു ജീവൻ തന്നാ മതി, ഒരൊറ്റ ജീവൻ മാത്രം. പകരം ഈ വേണുഗോപാലൻ ഒരു ജീവിതം തരും. സത്യം, സത്യം, സത്യം. Let us stop it here. മറ്റുള്ള പേഷ്യൻസിനൊക്കെ ഒരു ഡിസ്റ്റർബൻസ് ആയി. വേണുഗോപാലിന് ഉറക്കത്തിന്റെ കുറവുണ്ട്. നന്നായിട്ടൊന്ന് ഉറങ്ങുക. ഉറങ്ങി എണീക്കുമ്പോൾ ഒക്കെ ശരിയാവും. എന്താ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? എന്റെ ഉണ്ണി, എന്തേ എന്റെ ഉണ്ണി, എന്തേ നിനക്ക്? എന്റെ 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 അത് നന്നായി. എന്റെ ഉണ്ണി, എന്തേ നിനക്കിപ്പ ഇങ്ങനെ തോന്നാൻ? പ്രത്യേകിച്ചൊന്നുമില്ലമ്മേ, നമ്മുടെ കുടുംബത്തിന് ചേർന്നൊരു കുട്ടിയാണെന്ന് തോന്നി, അത്ര തന്നെ. അത് നന്നായി. കുടുംബത്തിന് ചേർന്ന എത്ര കുട്ടികളെയാ ഞാനും നിന്റെ അമ്മാവനും കാട്ടിത്തന്നേ. ഒന്നും നിനക്ക് ബോധിച്ചില്ലല്ലോ. അതുതന്നെയാ കാരണം. എനിക്കും കൂടെ ബോധിക്കണ്ടേ? എന്റെ ദേവി, ഉണ്ണിയുടെ കണ്ണിപ്പോഴെങ്കിലും ഒന്ന് തുറന്നൂല്ലോ. ഇവിടെ ഐശ്വര്യദേവത വരാൻ പോണു. ഇതൊക്കെ കാണാൻ അവിടുന്ന് ഇല്ലാണ്ട് പോയല്ലോ. അച്ഛന്റെ ഉണ്ണിന്ന് വെച്ചാ അങ്ങനെ തന്നെ വേണം. ജാതിയും മതവും നിലയും വിലയും നോക്കാണ്ട് മനസ്സിന് ചേർന്ന ഒരു കുട്ടിയെ തന്നെ കണ്ടുപിടിച്ചുല്ലോ. ഈ അവസ്ഥയിൽ അമ്മയ്ക്കൊരു താങ്ങാവും. പിന്നെ ഇവിടെ ആളനക്കവും ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചു. ഈ താങ്ങും ആളനക്കവും കുറെ കൂടെ നേരത്തെ ആകായിരുന്നു. ജാതിയുടെയും കുലമഹിമയുടെയും കാര്യത്തില് കടുംപിടുത്തം ഇല്ലാത്തൊരമ്മാവനുണ്ടായത് ഉണ്ണിയുടെ ഭാഗ്യം. ഉണ്ണിയുടെ മനസ്സിലുള്ളത് പറഞ്ഞ പാടെ കുഞ്ഞമ്മാവൻ പറഞ്ഞത് എന്താണെന്നറിയോ? ഉണ്ണി മുതിർന്ന ഒരു ആൺകുട്ടിയും അവളൊരു പെൺകുട്ടിയും.
ബുദ്ധിയും ആരോഗ്യവും രണ്ടുപേർക്കും ഉണ്ടാവൂലോ. അത് മതി. ഞാൻ തന്നെ പോയി ആലോചിച്ചു വരാമെന്ന്. വെളുപ്പാങ്കാലത്തെ ബസ്സിൽ കാടാമ്പുഴയിലെത്തിയ സന്ധ്യ മയങ്ങും മുമ്പേ മടങ്ങാലോ എന്ന് പറയണ കേട്ടു. അതിരിക്കട്ടെ, അമ്മയുടെ കാലിന്റെ മരവിപ്പ് ഇപ്പൊ എങ്ങനെയുണ്ട്? പെരുത്ത് കയറണുണ്ട് ഉണ്ണി. എങ്കിലും ഇപ്പൊ മനസ്സിനൊരു സുഖം. ആദ്യം സ്വാതന്ത്ര്യ സമരം. സമരം മൂത്തപ്പോ സ്ഥാവരവും ജംഗമവും നാടിന് തീരെഴുതി. അവിടെയും കഴിഞ്ഞില്ല ആ മഹാത്യാഗം. ആറ്റുനൂറ്റു കിട്ടിയ ഉണ്ണിക്ക് ബാക്കിയായത് ഈ തറവാടും അതിന്റെ 4 തൂണും. എല്ലാറ്റിലും വലുത് അതൊന്നും അല്ലല്ലോ. ആദർശവും യശസ്സും മഹിമയും അതൊക്കെ വില കൊടുത്ത് വാങ്ങാൻ പറ്റുമോ? ആ, കുഞ്ഞമാവണി എത്തിയല്ലോ. ആ, ഒക്കെ മംഗളകരായി. എന്തൊരു ഉഷ്ണം. യാത്ര കടുപ്പം തന്നെയാണേ. കുറച്ച് സംഭാരാവാം. മാളു, മാളു, വരുന്നു. ആ, എന്താ കൊണ്ട് നിക്കണേ? ഇരുന്നോളൂ. എന്താ വിളിച്ചേ? കുറച്ച് സംഭാരം എടുത്തോളൂ. രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതിന് പഴുത്തും കൽപ്പിച്ച് കോലോത്തുള്ളവർ മുഴുവൻ പുറന്തള്ളിയപ്പോഴും ഒപ്പം നിൽക്കാൻ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. അന്നാ എടുത്തിയാട്ടങ്ങളെ എതിർക്കുമ്പോഴും ഞാൻ ആ മനോവീര്യത്തെ മാനിച്ചിരുന്നു. ആ വലിയ മനുഷ്യന്റെ മകനല്ലേ, ഇതൊക്കെ ഉണ്ടാവും. അന്ന് അതിനൊക്കെ ഞാൻ കൂടപ്പിറപ്പ് തന്നെയായിരുന്നു. ഇപ്പോ ഈ ദൗത്യവും ഞാൻ തന്നെ നടത്തണമല്ലോ. അവിടെ ആളുകളൊക്കെ എങ്ങനെയുണ്ട് കുഞ്ഞമ്മാവ? എന്റെ ഉണ്ണി, കുഞ്ഞമ്മാവനോട് വേണോ ഈ ചോദ്യം? ഉണ്ണിക്ക് അറിയില്ലേ അവിടുത്തെ അവസ്ഥയും ജാതകവും ഗ്രഹനിലയൊക്കെ? അഷ്ടിക്ക് വകയില്ലാത്ത കുടുംബ. പിന്നൊരു കാര്യം, പണവും പ്രതാപവും ഇല്ലാന്നൊരു കുറവേ ഉള്ളൂ. കുട്ടിയുടെ ഫോട്ടോ ഞാൻ കണ്ടു. എന്താ ഐശ്വര്യ. ആ, കുഞ്ഞമ്മാനും കൊടുക്ക. കാർത്തിയായനിയുടെ അച്ഛൻ മാഷായിരുന്നു. ഇപ്പൊ പെൻഷനായി. നാട്ടിലേറെ അറിയപ്പെടുന്ന ആളാ. കാർത്തിയായനിക്ക് താഴെ ഇനി 2 പെൺകുട്ടികൾ കൂടിയുണ്ട്. ഞാൻ ചെന്ന പാടെ കാര്യം പറഞ്ഞു. അയൽ വീടുകളിൽ താമസിക്കുന്ന അമ്മാവന്മാരെ ഉടൻ ആളയച്ചു വരുത്തി. എല്ലാവർക്കും 100 വട്ടം സമ്മതം. എന്റെ ദേവി, ഉണ്ണിയുടെ ഭാഗ്യം. തടസ്സമൊന്നും ഉണ്ടായില്ലല്ലോ. ഏയ്, മഹാഭാഗ്യം. ആണ്ടു പിറന്നാലത്തെ ആദ്യത്തെ മുഹൂർത്തത്തിന് തന്നെ ആവാം പുടവ കൊടുക്കൽ. അല്ല, അവരുടെ പക്ഷത്തു നിന്നുള്ള നിർദ്ദേശമാണേ. ഞാനും സമ്മതം മൂളി. എന്താ, ഉണ്ണിക്ക് അസൗകര്യമൊന്നുമില്ലല്ലോ? ലീവിന് അപേക്ഷിക്കണം. വേണമല്ലോ, അപേക്ഷിച്ചാലല്ലേ ലീവ് കിട്ടുള്ളൂ. എന്റെ ഉണ്ണി, ആ കുട്ടിയെ എനിക്കൊന്ന് കാണാൻ കിട്ടുമോ? ജോലി ഉപേക്ഷിച്ച് ആ കുട്ടി ഇവിടെ വന്ന് നിക്കണ്ടെന്നാ എന്റെ പക്ഷം. അവധി കിട്ടുമ്പോ 2 ആളും കുറച്ചാൾ ഇവിടെ വന്ന് നിന്ന് തിരിച്ചു പോവാലോ. കാർത്തിയാനിയുടെ വീട്ടുകാരുടെ അഭിപ്രായവും ജോലി ഉപേക്ഷിക്കണതിനെതിരാ. അല്ല, ഉണ്ണിക്ക് എതിർപ്പൊന്നും ഉണ്ടാവില്ലല്ലോ. അമ്മയുടെ ആഗ്രഹം പോലെ കുറെ നാൾ ഇവിടെ തന്നെ കഴിയട്ടെ. 2 പേർക്കും ലീവ് എടുത്ത് വരാവുന്നതേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞാവാം ഇനി ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ. ഉണ്ണി എന്നാ തിരികെ പോണത്? എനിക്ക് നാളെ ഡ്യൂട്ടിക്ക് റിപ്പോർട്ട് ചെയ്യണം. നാളെ കഴിഞ്ഞ് ഓപ്പറേഷൻ ഡേ ആണ്. കല്യാണത്തിന് വേണ്ട തയ്യാറെടുപ്പുകൾ എന്താണെന്ന് വെച്ചാ എഴുതി അറിയിക്കാൻ മടിക്കണ്ട. ശരിയമ്മ. ഇനി ഇവിടെ നടക്കാനുള്ളൊരു ആഘോഷം ഉണ്ണിയുടെ കല്യാണ. അത് ഞങ്ങളുടെ കണ്ണടയും മുമ്പേ വേണമെന്നുണ്ട്. അത് ഇതിലേറെ ആഘോഷമായിട്ട് വലിയ നിലയിൽ വേണമെന്നായിരുന്നു. ഇനിയിപ്പോ ആരൊക്കെ വരും, ആരൊക്കെ വരാണ്ടിരിക്കും ഒന്നും അറിയില്ല. എന്നാലും നടക്കുന്നായല്ലോ, സമാധാനായി.
ആഹാ, വരൂ. വേണ്ട സർ, ഞാൻ ഇവിടെ നിന്നോളാം. എന്താ വല്ലാണ്ട് പരിഭ്രമിച്ചിട്ടുണ്ടല്ലോ? സാർ എന്നെ രക്ഷിക്കണം. ഇല്ല, സാർ നിരപരാധിയാണ്. ഞാനാണ് തെറ്റുകാരി. കാര്യം എന്താണെന്ന് തുറന്നു പറഞ്ഞുകൂടെ? ഈ വിവാഹത്തിന് സാറിന് സമ്മതമല്ലെന്ന് അച്ഛനെ അറിയിക്കണം. കാർത്തികേയനി, സാറ് രക്ഷിക്കണം. സാറിന് എന്നെ ഇഷ്ടമില്ലെന്ന് പറയണം. അങ്ങനെ ഞാൻ പറഞ്ഞാൽ അത് നുണയാവും കുട്ടി. എന്നാൽ എല്ലാം അവസാനിപ്പിക്കുകയല്ലാതെ ഞങ്ങൾക്ക് വേറെ മാർഗമൊന്നുമില്ല. ഞങ്ങളോ? ഓ, താനായിരുന്നു. വരൂ. വരൂ. ക്ഷമിക്കണം, പേര് മറന്നു. ഈ ഭ്രാന്തന്റെ പേക്കൂത്തുകളൊക്കെ തമ്പുരാൻ ഇത്ര വേഗം മറന്നോ? ഓർമ്മയില്ലേ ഈ വികടന്റെ വികൃതികളൊക്കെ? രാജാക്കന്മാർക്കും തമ്പുരാക്കന്മാർക്കും എന്തും തീരുമാനിക്കാം, തീരുമാനിച്ചതൊക്കെ നടപ്പാക്കാം. പക്ഷേ അവരുടെ ആഗ്രഹം പോലെ നടക്കാത്ത ചിലതുണ്ട്. ഏത് അമ്മയുടെ വയറ്റിൽ പിറക്കണമെന്നും ഏത് ശ്മശാനത്തിൽ അന്ത്യനിദ്ര പ്രാപിക്കണമെന്നും. പൊന്നുതമ്പുരാൻ ആർക്ക് വേണമെങ്കിലും പുറകെ കൊടുക്കാം. ദാ ഇവൾക്ക് പോലും. ഇരു കയ്യും നീട്ടി ഇവളത് സ്വീകരിച്ചാൽ തമ്പുരാനെ ഭ്രാന്തനെ വേണ്ടി ചികിത്സിച്ചു തുടങ്ങാം. കേസ് ഷീറ്റിൽ വീണ്ടും കുറിക്കാം: പേഷ്യൻ വേണുഗോപാലൻ, ഡോക്ടർ രവിവർമ്മ തമ്പുരാൻ. പ്ലീസ് ഡോണ്ട് ഇൻസൾട്ട് മീ. എന്നോട് ക്ഷമിക്കുക. എന്റെ കണക്ക് കൂട്ടലുകൾ എവിടെയോ പിഴച്ചു. സോറി ഫോർ ദ ട്രബിൾ. ഈ പ്രശ്നത്തിൽ സാർ നിരപരാധിയായിരിക്കാം. പക്ഷേ ഡോക്ടർ വർമ്മയ്ക്കല്ലാതെ മറ്റാർക്കും ഇത് പരിഹരിക്കാനും കഴിയില്ല. സാർ ഞങ്ങളെ സഹായിക്കണം. ഞാനും ഇവളും ഇഷ്ടത്തിലാണ്. എനിക്ക് എന്തെങ്കിലും സ്ഥിരം ജോലി കിട്ടിയിട്ടാകാം എന്ന് കരുതിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവളുടെ വീട്ടുകാർ ഈ ആലോചനയുമായി. എന്തുകൊണ്ടും കൂടുതൽ മെച്ചപ്പെട്ട ഒരു ബന്ധമാണല്ലോ. സാറിനിതിൽ പങ്കില്ലെന്ന് ഞങ്ങൾക്കറിയാം. വന്നു പറഞ്ഞാൽ സഹായിക്കും എന്നുറപ്പുള്ളത് കൊണ്ടാണ് വന്നത്. സാറ് ഞങ്ങളെ രക്ഷിക്കണം. വിഷമിക്കാതെ പോയിക്കൊള്ളൂ. ഞാൻ നിങ്ങൾക്കൊരു തടസ്സമാവില്ല. പോയിക്കൊള്ളൂ. എനിക്ക് പോകാൻ സമയമായി. ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സാറ് പൊറുക്കണം. ഈ സഹായം ജീവിതത്തിൽ ഒരിക്കലും ഞങ്ങൾ മറക്കില്ല.
സ്നേഹനിധിയായ കുഞ്ഞമ്മാവന് അമ്മയുടെയും കുഞ്ഞമ്മാവന്റെയും പ്രിയപ്പെട്ട ഉണ്ണിക്ക് ഭ്രാന്താണ്. 1000 ഹൃദയങ്ങൾ കയറി മുറിച്ചിട്ടും ഒരു ഹൃദയത്തിന്റെ പോലും ഉള്ളടക്കം മനസ്സിലാക്കാൻ ഈ ഉണ്ണിക്ക് കഴിഞ്ഞില്ല കുഞ്ഞമ്മാവ. ചേരാത്ത അവയവങ്ങളെ ശരീരം തിരസ്കരിച്ചു, ശസ്ത്രക്രിയ പരാജയപ്പെട്ടു എന്നൊക്കെ പത്രങ്ങളിൽ വായിച്ചിട്ടില്ലേ? ഹൃദയവും ഇതിനൊരു അപവാദമല്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഉന്നത കുലജാതൻ, എടുത്താൽ പൊങ്ങാത്ത ബിരുദങ്ങൾ ചുമലിലേറ്റാൻ കടലു കടന്ന രാജകുമാരൻ, മാന്ത്രിക സ്പർശം കൊണ്ട് അവയവങ്ങളെ കൂട്ടിച്ചേർക്കുന്ന കലാകാരൻ. വേണ്ട, ഈ സമൂഹം എന്നെ ദൂഷിപ്പിച്ചിരിക്കുന്നു. ഹൃദയങ്ങൾ തമ്മിലുള്ള കെട്ടുബന്ധത്തിന്റെ ചരട് മുറുക്കേണ്ടത് എങ്ങനെയെന്ന് എനിക്ക് പറഞ്ഞു തരാൻ ആരുമില്ല കുഞ്ഞമ്മാവ. സ്നേഹബന്ധത്തിന്റെ അകാരം കോറിയിടാൻ അതെങ്ങനെയെന്ന് ഈ മണ്ടൻ ഉണ്ണിക്കറിയില്ല. വാക്കുകൾ കൊണ്ട് 1000 ഹൃദയങ്ങളെ കീഴടക്കിയ ജനനേതാവിന്റെ പ്രിയപുത്രന് ഒരു ഹൃദയത്തെ പോലും കീഴടക്കാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷേ ഒരിക്കലും തിരിച്ചു വരാനാകാത്ത ഒരു തോൽവി, ശക്തിക്കും ബുദ്ധിക്കും തടയിടാൻ കഴിയാത്ത ഒരു വൻ പതനം. ഇല്ല, എന്റെ ഉണ്ണി തോൽക്കരുത്. അമ്മയും കുഞ്ഞമ്മാവനും ഉള്ളൊരുങ്ങി പറഞ്ഞേക്കാം. വേണ്ട കുഞ്ഞമ്മാവ, നമുക്ക് തോൽക്കാം. ഇനിയും തോൽക്കാതിരിക്കാനുള്ള ഒരു തോൽവി. ഓർക്കണില്ലേ, അച്ഛന്റെയും കുഞ്ഞമ്മാവന്റെയും കൈകൾ പിടിച്ച് കുഞ്ഞിക്കാവിലും വയൽവരമ്പിലും തുമ്പികളെ ചിറക് കൂട്ടിപ്പിടിച്ചത്? വേണ്ട പൂത്തുമ്പി, നീ പറന്നു പോ. നിന്റെ ഇഷ്ടം തന്നെ എന്റെ എന്ന് മനം കുളിർക്കെ പറഞ്ഞ് ഞാനൊന്ന് ആശ്വസിച്ചോട്ടെ. ശിവ, ഈ ഉണ്ണിക്ക് ഭ്രാന്തുണ്ടോ? കുഞ്ഞമ്മാവൻ ചോദിക്കണ്ട. എനിക്ക് ഭ്രാന്താണ്. കാർത്തിയായനിക്ക് രവിവർമ്മയെ വേണ്ടെന്ന് സ്നേഹനിധിയായ ഒരു ചെറുപ്പക്കാരൻ ആ കുട്ടിയുടെ ഹൃദയം കവർന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല കുഞ്ഞമ്മാവ. ഞാൻ എന്ത് ചെയ്യണം? നമ്മുടെ തൊലി രക്ഷിക്കാൻ അവർ ഒരു വഴി ഉപദേശിച്ചു തന്നിട്ടുണ്ട്. ഈ ബന്ധം ഇഷ്ടമല്ലെന്ന് ഡോക്ടർ വർമ്മ അറിയിച്ചു എന്ന് ആ കുട്ടിയുടെ കുടുംബക്കാരെ അറിയിക്കണം. അതിൽ അവർ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാമെന്ന് ഞാൻ അവർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ഉണ്ണിയുടെ ഉറപ്പ് പാലിക്കാൻ കുഞ്ഞമ്മാവൻ സഹായിക്കണം. ഭൂമുഖത്ത് ഐശ്വര്യദേവതയുടെ വരവും കാത്തിരിക്കുന്ന അമ്മയെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. അതും ഞാൻ കുഞ്ഞമ്മാവന് വിടുന്നു. സ്നേഹാദരങ്ങളോടെ സ്വന്തം ഉണ്ണി. സാർ എന്താ സാർ, ആശുപത്രിയിൽ നിന്ന് വന്നപ്പോ മുതൽ ഒരു വല്ലായ്മ? ഏയ്, ഒന്നുമില്ല കുട്ടപ്പ. പിന്നെ ആരെങ്കിലും വിളിച്ചിരുന്നോ? ശകുന്തള കുഞ്ഞ് വിളിച്ചിരുന്നു. സാറ് നല്ല ഉറക്കത്തിലായിരുന്നു. എന്താ വിശേഷിച്ച്? സാറിന്റെ അസുഖത്തെക്കുറിച്ച് അറിയാനാണ്. മരുന്നെല്ലാം സമയത്തിന് കൊടുത്തോന്ന് ചോദിച്ചു.
മുജ്ജന്മ സുഹൃതം. അല്ലാണ്ടെന്താ? ഞാനുണ്ടോ, ഉറങ്ങിയോ എന്ന് അന്വേഷിക്കാൻ ഈ ലോകത്ത് കുട്ടപ്പൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴിതാ ശകുന്തളയും. അവൾ ഇവിടെ വരുമ്പോ എന്റെ മനസ്സിൽ എന്തോ ഒന്ന്. എന്താ സാർ ഇങ്ങനെയൊക്കെ? ഞാൻ ശകുന്തള കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് വരട്ടെ? കുഞ്ഞുണ്ടെങ്കിൽ സാറിന്റെ മുഖം സന്തോഷം കൊണ്ട് നിറയും. വേണ്ട കുട്ടപ്പ, എങ്ങനെയാണെന്നറിയില്ല. കഴിഞ്ഞ 4-5 വർഷമായി അവൾ എന്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചിരിക്കുന്നു. ഞാൻ പറയാറില്ലേ, എന്റെ ജീവിതത്തിലും ഒരു വസന്തം കടന്നു വരുന്നത് പോലെ തോന്നുന്നു എന്ന്. വേണ്ട, ചിലപ്പോ എല്ലാം എന്റെ വെറും തോന്നലുകളാവാം. ഒളിമ്പിക്സ് ഓട്ടം ജയിച്ചിട്ടും കറുത്ത വർഗക്കാരനായതുകൊണ്ട് മാത്രം സ്വർണ്ണ മെഡൽ കഴുത്തിലണിയാൻ ഭാഗ്യം സിദ്ധിക്കാത്ത ജെസ്സി ഓവൻസ് എന്നൊരാളുണ്ട്. ആര്യവർഗത്തിന്റെ മഹത്വത്തെ ചൊല്ലി സ്വേച്ഛാധിപതിയായ ഹിറ്റ്ലറാണ് ആ ജേതാവിന് മെഡൽ നിഷേധിച്ചത്. ഞാനും ആ ഓട്ടക്കാരനെ പോലെയാണ്. ജീവിതത്തിന്റെ സംയുക്ത ഘട്ടങ്ങളിലെല്ലാം എനിക്ക് സുവർണ മെഡലുകൾ നിഷേധിക്കപ്പെട്ടിരുന്നു. ഇനി ശകുന്തളയും എനിക്ക് നിഷേധിക്കപ്പെടുന്ന മറ്റൊരു സുവർണ മെഡൽ ആയേക്കുമോ? സാർ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല. പറയാം. യുവാവായ ഡോക്ടർ വർമ്മയുടെ മനസ്സിനെ കീറിമുറിച്ച് കടന്നുപോയ ഒരു വാൽനക്ഷത്രത്തെക്കുറിച്ച് ഞാൻ കുട്ടപ്പനോട് പറഞ്ഞിട്ടില്ലേ? കാടാമ്പുഴയിലെ കാർത്തിയായനി. ഓ, പറഞ്ഞിട്ടുണ്ട്. 10-25 വർഷം മുമ്പ് നടന്ന കഥയല്ലേ? അതെ, ആ കഥ പൂർത്തിയാക്കാൻ അവൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവൾ മാത്രമല്ല, കൂടെ അവളുടെ ഭർത്താവും പിന്നെ മകൾ ശകുന്തളയും. ശകുന്തള കുഞ്ഞ് കാർത്തിയാനിയുടെ മകളോ? അതെ, അവൾ തന്നെ. കാടാമ്പുഴയിലെ കാർത്തിയായനിയുടെ തനി പകർപ്പ്. തീർന്നില്ല. കാർത്തിയായനിയുടെ ഭർത്താവ്, ശകുന്തളയുടെ സ്നേഹനിധിയായ അച്ഛൻ, ഇന്നെന്റെ പേഷ്യന്റാണ്. ശ്വാസകോശത്തിൽ ക്യാൻസർ ബാധിച്ച വേണുഗോപാലൻ. തികച്ചും അപകടകരമായ ശാരീരിക സ്ഥിതി. ശ്വാസകോശത്തിന്റെ ഒരു ഭാഗം നീക്കം ചെയ്യണം. രോഗി രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവ്. എന്തോ അശുഭലക്ഷണം മുൻകൂട്ടി കണ്ടിട്ടെന്ന വണ്ണം അവൾ, ശകുന്തള, എന്നെ കാണാൻ വന്നു. ഡോക്ടർ വർമ്മ അവളുടെ അച്ഛനെ രക്ഷിക്കണമെന്ന്. ഈ 23 വർഷം മുമ്പ് കാർത്തിയായനി എന്നോട് കേണപേക്ഷിച്ചു ഞാനവരെ രക്ഷിക്കണമെന്ന്. എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ. രക്ഷിക്കാനും ശിക്ഷിക്കാനും ഞാനെന്താ ദൈവമോ മറ്റുമാണോ എന്ന് ചോദിക്കാൻ എന്നെ കൊണ്ടാവില്ല കുട്ടപ്പ. ഡോക്ടർ വർമ്മ കൈവച്ചാലും ഇല്ലെങ്കിലും രോഗി മരിക്കും. അതുകൊണ്ട് ഈ ഓപ്പറേഷൻ മറ്റാരെയെങ്കിലും കൊണ്ട് ചെയ്യിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. എനിക്കറിയില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. എല്ലാം ദൈവനിയോഗമെന്നേ കരുതേണ്ടു. എന്റെ സാറ് തോൽക്കില്ല. ഇനിയൊരു തോൽവി താങ്ങാനുള്ള കരുത്ത് എന്റെ സാറിനില്ലെന്ന് എനിക്കറിയാം. എങ്കിലും സാറ് തന്നെ ചെയ്യണം ഈ ഓപ്പറേഷൻ. കുട്ടപ്പ, ദക്ഷിണാഫ്രിക്കയിൽ ഒരു ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡ് ഉണ്ടായിരുന്നു. ഒരാളുടെ ഹൃദയം മറ്റൊരാളുടെ ശരീരത്തിൽ തുന്നിച്ചേർക്കുക എന്ന ദൗത്യം ലോകത്താദ്യമായി വിജയകരമായി പരീക്ഷിച്ചത് അദ്ദേഹമാണ്. മഹത്തായ ആ വിജയത്തിന്റെ തലേന്നാൾ ആ മഹാൻ അനുഭവിച്ച ആത്മസംഘർഷം എവിടെയോ വായിച്ചതോർക്കുന്നു. തുടിക്കുന്ന ഹൃദയം മറ്റൊരാളിൽ ഘടിപ്പിക്കുന്നതോടെ ആ ശരീരത്തോടൊപ്പം തുടിപ്പും നിലച്ചാലോ? കേടായ എഞ്ചിൻ മാറ്റി പുതിയ എഞ്ചിനുമായി ഓടിത്തുടങ്ങുന്ന വാഹനം ഡ്രൈവറുടെ ജീവൻ പോലും അപകടപ്പെടുത്തുന്ന ഒരവസ്ഥ.
ആ മാനസികാവസ്ഥയിലായിരുന്നു ഡോക്ടർ ബെർണാഡ്. എന്നിട്ടും അദ്ദേഹം പിന്തിരിഞ്ഞില്ല. മഹത്തായ ഒരു പോരാട്ടം. ഒടുവിൽ ആ ജൈത്രയാത്ര ലോകം കണ്ടു. പരഹൃദയവുമായി ജീവിക്കുന്ന ആദ്യത്തെ മനുഷ്യൻ. വൈദ്യശാസ്ത്ര ചരിത്രത്തിൽ മറ്റൊരു നാഴികക്കല്ല്. ആ സർജറിയുടെ തലേന്നാൾ ഡോക്ടർ ബെർണാഡിനുണ്ടായിരുന്ന മാനസിക സംഘർഷത്തിലാണ് ഞാനിന്ന്. സാറിന് ദൈവം കൈവിടില്ല. സാറിന് മാത്രമേ ഇത് ചെയ്യാനാവൂ. ഈ പരീക്ഷണത്തിൽ എന്റെ സാറ് വിജയിക്കും, എനിക്ക് ഉറപ്പുണ്ട്. കുട്ടപ്പൻ പറഞ്ഞത് ശരിയാണ്. ഇതും മറ്റൊരു പരീക്ഷണമാണ്. ഹൃദയവും മനസ്സും മോഹങ്ങളും നഷ്ടപ്പെട്ട ഒരു മനുഷ്യന് ഇനിയും ജീവിക്കാൻ അവകാശമുണ്ടോ എന്ന് പരീക്ഷിച്ചറിയാനുള്ള സുവർണ അവസരം. പരാജയങ്ങളെ മുച്ചൂടും കുഴിച്ചു മൂടാനുള്ള സുന്ദര മുഹൂർത്തം. നിനക്കറിയില്ലേ വർമ്മ സാറിനെ? വേണുഗോപാലിനോട് അടങ്ങാത്ത പകയുണ്ട് ആ മനുഷ്യന്. നാളെ ഓപ്പറേഷൻ ടേബിളിൽ ഡോക്ടർ വർമ്മയെ ആ കണക്ക് തീർക്കും. പാവം വേണുഗോപാലിന്റെ ശവശരീരമായിരിക്കും കാർത്തിയായനിയും ശകുന്തളയും ഏറ്റുവാങ്ങുക. കഷ്ടം, ആ കുട്ടി അനാഥയാകും. സാറുള്ളത് ഞങ്ങൾക്കൊക്കെ എത്ര ആശ്വാസമാണെന്നോ. എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ് കുട്ടി. സോറി സർ, നിൽക്കുകയാണെന്ന് തോന്നരുത്. ഏത് ചലഞ്ചും ഏറ്റെടുക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഈ പർട്ടിക്കുലർ കേസ് സാറ് തന്നെ അറ്റൻഡ് ചെയ്യണം. സാറിന് ദൈവം കൈവിടില്ല. സാറിന് മാത്രമേ ഇത് ചെയ്യാനാവൂ. ഈ പരീക്ഷണത്തിൽ എന്റെ സാറ് വിജയിക്കും, എനിക്ക് ഉറപ്പുണ്ട്. എന്റെ അച്ഛനെ സാറിനറിയോ? ഈ ലോകത്ത് ഏത് മക്കളും ആഗ്രഹിച്ചു പോകുന്ന വാത്സല്യത്തിന് നിറകൂടമാണ് അദ്ദേഹം. ഒരു പുരുഷായുസ് മുഴുവൻ ഈ മകളെ താലോലിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന് അദ്ദേഹം പറയാറുണ്ട്. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഇതേ ഭാര്യയിൽ ഈ മകൾ തന്നെ പിറക്കണമെന്ന് അദ്ദേഹം തമാശ മട്ടിൽ ചിലപ്പോഴെങ്കിലും പറയാറുണ്ട്. തൃപ്തിയായില്ലേ നിങ്ങൾക്ക്? കഴിഞ്ഞ 10-20 വർഷമായിട്ട് അടങ്ങാത്ത പകയും ഒടുങ്ങാത്ത പ്രതികാരമായി ഇതിനു വേണ്ടിയായിരുന്നില്ലേ തെക്കേ കോവിലത്തെ തമ്പുരാൻ കാത്തിരുന്നത്? എന്റെ വേണിച്ചേട്ടന്റെ ജീവൻ ഒരുപക്ഷെ നിങ്ങളുടെ ജീവനും മോക്ഷം തന്നേക്കാം. പക്ഷെ എന്റെ മോളുടെ കണ്ണീരുണ്ടല്ലോ, അത് നിങ്ങൾക്കെതിരെ സാക്ഷി പറയും. ദുഷ്ടനാണ് നിങ്ങൾ, ദുഷ്ടൻ, മഹാപാപി.
No. No. സെഡേഷൻ കുറെ സമയം കൂടി ഉണ്ടാവും. ഫങ്ഷൻസ് നോർമലൈസ് ചെയ്തിട്ടുണ്ട്. വിഷമിക്കാനൊന്നുമില്ല. വേണുഗോപാല, വേണുഗോപാല, ഇതാ നോക്കൂ, ഇതാരൊക്കെയാ വന്നിരിക്കുന്നതെന്ന്. വേണുഗോപാല, കണ്ണു തുറന്നേ. കൊള്ളാം, നല്ല റെസ്പോൺസ് ഉണ്ട്. ഇതിൽ പറഞ്ഞിരിക്കുന്ന മെഡിസിൻസ് ഒരാഴ്ചത്തേക്ക് കണ്ടിന്യൂ ചെയ്യണം. ശരി സർ. കണ്ടിന്യൂസ് മോണിറ്ററിംഗ് ആവശ്യമുണ്ട്. എപ്പോഴും കെയർ ഉണ്ടായിരിക്കണം. യെസ് സർ. ഞാൻ നാളെ മുതൽ 1 മാസത്തേക്ക് ലീവിലായിരിക്കും. തറവാട്ടിലൊക്കെ പോയിട്ട് നാളെ ഏറെയായി. ശകുന്തളയെ പരിചയപ്പെടുത്തേണ്ടില്ലല്ലോ. അറിയാം. M4 or M5? M4 സർ. അത് മാത്രമല്ല, ഇവരെന്റെ ഫാമിലി ഫ്രണ്ട്സ് കൂടിയാണ്. സോ ഗിവ് ദം മാക്സിമം ഹെൽപ്പ്. Of course, we'll care. ഇതെന്റെ പേഴ്സണൽ കേസാണ്. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഡോക്ടർ രവിയെയോ ഡോക്ടർ റഷീദിനെയോ അറിയിച്ചാൽ മതിയാകും. അത്യാവശ്യമുണ്ടെങ്കിൽ അവരെന്നെ കോണ്ടാക്ട് ചെയ്തോളൂ. ശരി സർ. ഡിസ്ചാർജ് ചെയ്താലും 2-3 മാസത്തേക്ക് കൂടുതൽ സ്ട്രെയിൻ ഉള്ള ജോലിയൊന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. എന്തായാലും 2 ആഴ്ച കൂടി ഇവിടെ കഴിയട്ടെ. ശരി, പിന്നീട് കാണാം. എക്സാം ഡേറ്റ് അടുത്തില്ലേ? പഠിത്തത്തിൽ വീഴ്ച വരുത്തരുത്. ഞാൻ പോയി വരട്ടെ കുട്ടി. വിഷ് യു ആൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഞാൻ ശകുന്തള. തെറ്റും ശരിയും എനിക്ക് തിരിച്ചറിയാം. ശരിയുടെ വഴിയിലൂടെ ഞാൻ സഞ്ചരിച്ചിട്ടുള്ളൂ. എല്ലാ ശരിയും നന്മയാണെന്നോ എല്ലാ നന്മയും ശരിയാണെന്നോ എനിക്കറിയില്ല. അമ്മയുടെ മടിത്തട്ടിൽ തല ചായ്ച്ച് ഒരു ഉച്ച ഉറക്കം. അച്ഛന്റെ കൈക്കുമ്പിളിൽ നിന്ന് ഒരു ഉരുള ചോറ്. ഇന്നും ഞാൻ അവരുടെ മനസ്സിൽ ഒരു നേഴ്സറി കുട്ടിയാണ്. പാറിപ്പറന്ന് മുഖത്തെ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്ന തലമുടിയെ വശങ്ങളിലേക്ക് വകഞ്ഞു മാറ്റാൻ അറിയാത്ത, അഴിഞ്ഞുപോയ കുഞ്ഞു ഫ്രോക്കിന്റെ ചരട് മുറുക്കാൻ അറിയാത്ത, കല്ല് പെൻസിലിന്റെ മുനെ ഒടിയുമ്പോൾ കണ്ണു നിറയുന്ന അവരുടെ ഓമന മകൾ ശകുന്തള. ഞാനിന്ന് ഒരു പ്രതിസന്ധിയിലാണ്. പക്ഷേ തെരഞ്ഞെടുത്ത വഴിയെക്കുറിച്ച് ഈ കാർത്തിയായനിക്ക് ലവലേശം സംശയമില്ല. ചെയ്തതൊക്കെ ശരിയും നന്മയുമാണെന്ന് എനിക്ക് പൂർണ്ണമായും ബോധ്യമുണ്ട്. പക്ഷേ മനസ്സിന്റെ കോണുകളിൽ
ആരോ സൃഷ്ടിച്ച കുഞ്ഞു തേങ്ങലുകൾ ഒരു മഹാസമുദ്രമായി ഇരമ്പി അടുക്കുന്നത് പോലെ. ഇല്ല, എന്റെ മനസ്സിനെ ആടിയുലയാൻ ഞാൻ വിടില്ല. എന്നെ അറിയില്ലേ? ഭാര്യയും പൊന്നുമകളും ഒഴികെ മറ്റെന്തും ശത്രുതയുടെ ചിഹ്നങ്ങളായിരുന്നു എന്നും എനിക്ക്. ജീവനും മരണത്തിനും ഇടയിലൂടെയുള്ള നൂൽപാലത്തിലൂടെ നടക്കുമ്പോൾ ഒരു കാര്യം ഞാൻ തിരിച്ചറിഞ്ഞു. എന്റെ ശത്രു ഞാൻ തന്നെയാണ്. എന്റെ ഭാര്യയും മകളും നിസ്സഹായരായി നോക്കി നിൽക്കെ ജീവന്റെ കരയിലേക്ക് നടന്നെടുക്കാൻ എനിക്ക് താങ്ങായി നിന്ന കൈകളെ എനിക്കെങ്ങനെ മറക്കാൻ കഴിയും? സർവശക്തനായ ദൈവം എന്നെ ഒരു പാഠം പഠിപ്പിച്ചിരിക്കുന്നു. വേണുഗോപാലനും ഒരു മനുഷ്യനാണെന്ന സാമാന്യ സത്യം. ശരിയാണ്, ഞാനിന്ന് അവകാശപ്പെടുന്നു, ഞാനും മനുഷ്യനാണ്. ആ വരൂ വരൂ. ഏയ് പാടില്ല. എന്തായി കാട്ടണേ? ഇത്രയും ദൂരം അധികം യാത്ര ചെയ്ത് ഒട്ടും ശരിയായില്ല. എനിക്ക് തിരിച്ചു കിട്ടിയ ജീവന് എങ്ങനെയാ നന്ദി പറയേണ്ടെന്നറിയില്ല. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് വെറുതെ മനസ്സിനെ നോവിക്കരുത്. ശരീരത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതൊന്നും പാടില്ല. ശകുന്തളയുടെ അമ്മയ്ക്ക് ഇതൊക്കെ അറിവുള്ളതല്ലേ? അച്ഛന് കൂടുതൽ സ്ട്രെയിൻ ഉണ്ടാകാൻ നോക്കേണ്ടത് നിങ്ങളൊക്കെയാണ്. ഒരപേക്ഷയുണ്ട് സാറ്, ഞങ്ങളുടെ വീട് വരെ ഒന്ന് വന്ന് ഒരു നേരത്തെ ആഹാരം കഴിക്കണം. ഓ, അതൊക്കെ നഷ്ടപ്പെട്ടു പോയെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചിരുന്ന എന്റെ ജീവിതത്തിനും ജീവനും പകരമായി ഒന്നുമാവില്ലെന്ന് എനിക്കറിയാം. എങ്കിലും സാർ വരണം. ഒരു രോഗിയുടെ അപേക്ഷയാണിത്. വേണു ഇപ്പോൾ രോഗിയുമല്ല, ഞാൻ വേണുവിന്റെ ഡോക്ടറുമല്ല. ആരോഗ്യമുള്ള ഒറ്റത്തടിയേക്കാൾ എത്രയോ നല്ലതാണ് സുഖവും ദുഃഖവും പങ്കിടാൻ സ്നേഹമുള്ള ഭാര്യയും മിടുക്കിയായ മകളുമുള്ള ഒരു കുടുംബം. വേണു മഹാഭാഗ്യവാനാണ്. ഇത്തരമൊരു രോഗം എനിക്കായിരുന്നെങ്കിൽ ആരോരുമില്ലാതെ മണ്ണടിയുന്ന അനാഥ ശരീരങ്ങളിൽ മറ്റൊന്നുകൂടിയായനെ. അത്ര തന്നെ. എന്താ സാർ ഇങ്ങനെയൊക്കെ? വേദനയിൽ നേറിയ ആയിരങ്ങളെ ആശ്വസിപ്പിക്കാൻ അങ്ങേക്ക് മാത്രമേ കഴിയൂ. അവരുടെയൊക്കെ പ്രാർത്ഥനയും അനുഗ്രഹവും അവിടത്തേക്ക് മാത്രമുള്ളതാണ്. അത് മാത്രമാണ് ഈ ജീവിതത്തിന്റെ ബാക്കിപത്രം. നിങ്ങൾ കാണുന്നില്ലേ ആൾവാസമില്ലാത്ത ഈ പുരയിടം? അലഞ്ഞു തിരിയുന്ന കുറെ ആത്മാക്കളും അവർക്ക് നടുവിൽ ഒരു ജീവച്ഛവും. ആ, ഇനി വൈകണ്ട. കൂടുതൽ നിൽക്കുന്നതും സ്ട്രെയിൻ തന്നെയാണ്. വീട്ടിലെത്തി പരമാവധി വിശ്രമിക്കണം. സാറ് വരണം. ആ, ശ്രമിക്കാം. സാറ് വരണം, ഞങ്ങൾ കാത്തിരിക്കും. പോയി വരട്ടെ. ശരി, അതെ. ആ, അമ്മേ, ഒരു നിമിഷം. എന്താ ശകുന്തളെ? സാർ, ഇത് നല്ല മുഹൂർത്തമാണ്. എന്തിന്? നമ്മുടെ കാര്യം പറയാൻ. എന്ത് കാര്യം? സാറ് തന്നെ കാര്യം പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഇനിയും വൈകിച്ചാൽ ശരിയാവില്ല. അച്ഛനും അമ്മയോടും ഞാനത് പറഞ്ഞോട്ടെ. കുട്ടി എന്തായി പറയണേ? എനിക്കൊന്നും മനസ്സിലാവണില്ല. ഹൃദയത്തിന്റെ ഭാഷ ഡോക്ടർ വർമ്മയ്ക്ക്
ഇനിയും മനസ്സിലായിട്ടില്ല അല്ലേ? കുട്ടി കാര്യം എന്താണെന്ന് തെളിച്ചു പറ. ഇവിടെ ഒരു മഹാലക്ഷ്മിയുടെ എഴുതുണ്ടെന്ന് സാറ് പറഞ്ഞിട്ടില്ലേ? അത് അതേ. ഓൾ എന്തായി പറയണത്? പാടില്ല, അങ്ങനെ ചിന്തിക്കുക പോലും വരുത്. ഡോക്ടർ വർമ്മയുടെ പൂർവ്വകാലത്തെ പറ്റി നോക്കെന്തറിയാം? അച്ഛനോട് ചോദിച്ചിട്ടുണ്ടോ ഈ വർമ്മ ആരാണെന്ന്? അമ്മയോട് ചോദിക്കാത്തതെന്തേ ഈ ഭാഗ്യവശയെ പറ്റി? ഡോക്ടർ വർമ്മ എന്ന മനുഷ്യനെ ഞാൻ അറിയും പോലെ മറ്റാർക്കും അറിയില്ല. അദ്ദേഹം ആരായിരുന്നു എന്ന് എനിക്കറിയണ്ട. ഇത് ചിലരുടെ ഹോബിയാണ്, ഒരുതരം സാരിസം. സ്നേഹം വാരിക്കോരി തരിക, പകരം ഹൃദയം പിടിച്ചു പറിച്ചെടുക്കുക. പകരത്തിന് പകരം മറ്റൊരു ഹൃദയം ചോദിച്ച അവർക്കൊക്കെ ഒരു ഉത്തരവുണ്ട്. എന്റെ മകളെ പോലെയാണ്, എന്റെ കുഞ്ഞു പെങ്ങളെ പോലെയാണ് എന്നൊക്കെ. എത്ര വലിയ മനുഷ്യനായാലും ഇത്രയ്ക്ക് സാഡിസ്റ്റ് ആവരുത് സാർ. എന്റെ കുട്ടി, നീ എനിക്ക് മകളെ പോലെയാണ്. വിധി എനിക്ക് നിഷേധിച്ച എന്റെ ഓമന മകൾ. മോളെന്നെ അച്ഛന്റെ സ്ഥാനത്ത് കാണും. അവിടെ ഒരാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, സാറിന്റെ പേഷ്യന്റ് വേണുഗോപാലൻ. എന്റെ അച്ഛൻ ജീവിച്ചിരിക്കെ ആ സ്ഥാനത്ത് നിർത്താൻ എനിക്ക് വേറൊരാളെ വേണ്ടി വരില്ല. ക്ഷമിക്കില്ല സാർ. ഈ കൊട്ടാരത്തിന്റെ വാതിലുകൾ ഒരു മഹാലക്ഷ്മിക്കാണ് തുറന്നിട്ടിരിക്കല്ലേ. ആ ഭാഗ്യവതിക്ക് കൊടുക്കാൻ ഇതെങ്കിലും ബാക്കിയിരിക്കട്ടെ. ഈശ്വര, ഇതെന്ത് പരീക്ഷണം!